മഹാരാഷ്ട്രയിലെ വീരാറിൽ 5 കോടി രൂപയുമായി ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെയെ പിടികൂടി ബഹുജൻ വികാസ് അഘാടി പ്രവർത്തകർ. പണം നൽകാനുള്ളവരുടെ പേരടങ്ങുന്ന ഡയറിയും കണ്ടെത്തിയെന്ന ആരോപണം. വീരാറിലെ ഹോട്ടലിൽ നാടകീയ രംഗങ്ങൾ. ശ്രീനാഥ് ചന്ദ്രൻ ചേർന്നു. ശ്രീനാഥ്, പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മഹാരാഷ്ട്രയിലെ നാടകീയതകൾ തീരുന്നില്ല. എന്താണ്, വോട്ടിന് പണം കൊടുക്കാൻ ശ്രമിച്ചു എന്നാണോ ആരോപണം? വിശദാംശങ്ങൾ എന്തൊക്കെ? അനവധി നാടകീയ സംഭവങ്ങൾ ദിനംപ്രതി കാണുന്നു. ഇന്നലെ അനിൽ ദേശ്മുഖിന് പരിക്കേൽക്കുന്നു. കഴിഞ്ഞ ദിവസം നവനീത് റാണയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ഇതാ ഒടുക്കം ബി.ജെ.പി. നേതാവിൽ നിന്ന് പണം കണ്ടെത്തുന്നു. വിശദാംശം. സുഹേൽ, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ രാഷ്ട്രീയ നാടകങ്ങളിൽ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും ചർച്ച ചെയ്യാൻ പോകുന്ന, ബി.ജെ.പി. ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ഇന്നിപ്പോൾ വസായ് വീരാറിൽ ഉണ്ടായിട്ടുള്ളത്. വീരാർ ഈസ്റ്റിലെ വിവാദ ഹോട്ടലിലാണ് ഈ നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ബി.ജെ.പിയുടെ വളരെ സംസ്ഥാനത്ത് നിന്നുള്ള വളരെ മുതിർന്ന ഒരു നേതാവാണ്, ദേശീയ ജനറൽ സെക്രട്ടറിയാണ് വിനോദ് താവ്ഡെ. ഒരു ഘട്ടത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ അദ്ദേഹം എത്തുമെന്നൊക്കെ പ്രതീക്ഷിക്കപ്പെട്ടതാണ്. അത്തരമൊരു പ്രധാനപ്പെട്ട നേതാവിനെയാണ് ഇത്തരത്തിൽ പണവുമായി മറ്റൊരു പാർട്ടിയിലെ പ്രവർത്തകരെത്തി വളഞ്ഞിട്ട് പിടികൂടുന്ന രംഗങ്ങൾ ഇങ്ങനെ കാണേണ്ടി വരുന്നത്. വിവാദ ഹോട്ടലിൽ നടന്ന സംഭവങ്ങളിൽ BVA പ്രവർത്തകരാണ് വിനോദ് താവ്ഡെയെ വളയുന്നത്. BVA എന്നത് ബഹുജൻ വികാസ് അഘാടി എന്ന പാർട്ടിയാണ്. ഈ മേഖലയിൽ കരുത്തുള്ള 3 MLA-മാരുള്ള ഒരു പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഇവിടെ ഒരു വിവരം ലഭിച്ചതിന് പിന്നാലെ എത്തുന്നത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വിനോദ് താവ്ഡെ ഒരിടത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും BVA പ്രവർത്തകരുണ്ട്. അവരൊക്കെ ഈ ബാഗിൽ നിന്ന് വലിയ തോതിൽ പണമെടുത്ത് ഉയർത്തി കാണിക്കുന്നതൊക്കെ തന്നെ കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെ ഒരു ദൃശ്യം സമീപകാലത്തൊന്നും തന്നെ മഹാരാഷ്ട്രയിൽ എവിടെയും കണ്ടതുമില്ല, കേട്ടതുമില്ല. അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ പോലീസ് വിനോദ് താവ്ഡെയെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ BVA-യുടെ അധ്യക്ഷനായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാവായ ഹിതേന്ദ്ര താക്കൂർ ഇപ്പോൾ പറയുന്നത് വിനോദ് താവ്ഡെ പലവട്ടം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടു എന്നതാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ നിലവിൽ MLA ആണ്, മത്സരിക്കുന്നുമുണ്ട്. അദ്ദേഹം പറയുന്നത് 2 ഡയറികൾ വിനോദ് താവ്ഡെയിൽ നിന്ന് ഞങ്ങളുടെ പ്രവർത്തകർ കണ്ടെടുത്തു എന്നതാണ്. ഈ 2 ഡയറികളിലായി ആർക്കൊക്കെ പണം നൽകണം എന്നുള്ള വിവരമുണ്ട്. മാത്രമല്ല 15 കോടി രൂപ നൽകാനുള്ളവരുടെ വിവരങ്ങളാണ്. 15 കോടി രൂപയാണ് ആകെ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ ഡയറിയിൽ ഉള്ളത് എന്ന് അദ്ദേഹവും ആരോപിക്കുന്നു. ഇതിനോടകം തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട ജോലിയാണ് ഇപ്പോൾ മറ്റു പാർട്ടികൾ, താക്കൂർമാർ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. നേരത്തെ ഉദ്ധവ് താക്കറെയുടെയൊക്കെ ബാഗുകൾ പലവട്ടം ഹെലികോപ്റ്ററിൽ നിന്ന് പരിശോധിച്ചതും അദ്ദേഹം അതിനൊക്കെ പ്രതിഷേധമുയർത്തിയതും ഒക്കെ കണ്ടതാണ്. പക്ഷേ BJP നേതാക്കളുടെ ബാഗുകൾ എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല എന്ന് ഉദ്ധവ് തന്നെ ആരോപണം ഉന്നയിക്കുന്ന, അത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച സാഹചര്യം കൂടി സംസ്ഥാനത്തുണ്ട്. ഏതായാലും വലിയ തിരിച്ചടിയാണ്. BJP നേതാക്കൾ പക്ഷേ ഇതൊരു നാടകമാണ്, ഈ അദ്ദേഹത്തെ അനാവശ്യമായി പണാധിപത്യം അനുവദിക്കാനാകില്ല. എന്തായാലും കയ്യോടെ പൊക്കിയിട്ടുണ്ട്. സംവിധാനങ്ങൾ മൗനം പോലിച്ചപ്പോൾ ജനങ്ങൾ തന്നെ നേരിട്ടിറങ്ങി കയ്യോടെ പൊക്കി.